COP1B കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് നമ്മൾ നേരത്തെ കണ്ടതെങ്കിൽ ഇവിടെ ഒരു കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. ആ കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ASC2Bയിൽ നമ്മൾ കണ്ട ഒരു യൂണിഫോം ആയിട്ടുള്ള നമ്മുടെ ഒരു ഐഡൻറ്റിഫിക്കേഷനെ കുറിച്ച്, ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ സ്ഥാപനത്തിനകത്ത് ചിലപ്പോഴെങ്കിലും നമ്മൾ കാണുന്ന ഒരു ശീലമാണ്, ഇമേജിംഗ് സെൻറ്ററിൽ ചെന്നാലോ ഡയഗ്നോസ് സെൻറ്ററിൽ ചെന്നാലോ അവർ ബില്ലാണ് വാങ്ങുക പേഷ്യൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. കാരണം ആ ബില്ല് വെച്ചിട്ട് ഈ പേഷ്യൻറ്റിനെ ആ ബില്ലിൽ എഴുതിയിരിക്കുന്ന പ്രൊസീജിയറിന് കൊണ്ടുപോകുക എന്നതാണ് പരമപ്രധാനമായിട്ട് കാണുക. അല്ല കേട്ടോ, ആ പേഷ്യൻ്റ് ഇന്ന ആളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു ID ബാൻഡ് ഉണ്ടാവും, ഒരു ID കാർഡ് ഉണ്ടാവും. IP പേഷ്യൻറ്റിന് പലപ്പോഴും ഒരു റിസ്റ്റ് ബാൻഡ് കെട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു കാർഡ് കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ അവരുടെ പേര്, ID, യൂണീക്ക് ID നമ്പർ, അങ്ങനെ ഏതെങ്കിലും ഒന്നിൽ കൂടുതൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ വെച്ചിട്ട് ആ പേഷ്യൻ്റ് ആരാണെന്ന് കൺഫേം ചെയ്യണം. അതിപ്പോൾ ഫാർമസിയിൽ ചെന്നാലും ലാബിൽ ചെന്നാലും റേഡിയോളജിയിൽ പോയാലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് പോയാലും തിയേറ്ററിലേക്ക് എത്തിയാലും എവിടെയാണെങ്കിലും ആ പേഷ്യൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് നമ്മുടെ ഹോസ്പിറ്റലിന് ഒരു യൂണിഫോം മെക്കാനിസം ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് ഓരോ മെക്കാനിസം അല്ല ഉണ്ടാവേണ്ടത്. നമ്മുടെ എൻ്റയർ ഹോസ്പിറ്റലിൽ പേഷ്യൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുന്നത് ഒരേ മെത്തേഡായിരിക്കണം. എംപ്ലോയീസിനെ അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം നമ്മുടെ ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്. അവരുടെ സൗകര്യത്തിന് അവർ ഡിസൈഡ് ചെയ്യുക. അവർ മറ്റൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തപ്പോൾ ഇങ്ങനെയായിരുന്നു എന്ന് പറയുക. നമ്മുടെ ഹോസ്പിറ്റലിൽ വളരെ കൃത്യമായി ക്വാളിറ്റിയും സേഫ്റ്റിയും ട്രീറ്റ്മെൻറ്റിൻ്റെ ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ്, സേഫ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ COP1B says that the organization has a uniform process for identification of patients and uses at least 2 identifiers. ഏതെങ്കിലും 2 കാര്യങ്ങൾ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കണം, കാരണം ഒരു അബദ്ധം പറ്റാതിരിക്കാനായിട്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നമ്മൾ നോക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും പത്രങ്ങളിലൊക്കെ ചില വാർത്തകൾക്ക് നമ്മൾ കാരണമായേക്കാൻ സാധ്യതയുള്ളത്. പേഷ്യൻറ്റിനെ മാറിപ്പോയി മരുന്ന് കൊടുത്തു. മറ്റുള്ളവർക്ക് കൗതുക വാർത്തകളാണെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത്ര കൗതുക വാർത്തകളല്ല അത്തരത്തിൽ വരുന്നത്. പേഷ്യൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാതെ ഇഞ്ചക്ഷൻ എടുത്തുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വലിയ വിവാദം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചാനലുകളിൽ കണ്ടതാണ്. സോ COP1B says very clearly that the organization has a uniform process for identification of patients. Clear? We can keep that in our hospitals for safely giving the treatment.